ഗോൾഡ് രണാങ്കണം ബ്രോട്ട് യു ബൈ ലുലു ഗോൾഡ്. കണ്ണൂരിന്റെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണശാല ഇനി താവക്കര റോഡിൽ. ലുലു ഗോൾഡ്, വേർപിരിയാത്ത വൈകാരിക ബന്ധം. അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് ഓരോ പ്രേക്ഷകനെയും കൂട്ടിക്കൊണ്ടു പോകാനായി വീണ്ടും രണാങ്കണം എത്തി. നമുക്കിനി രണാങ്കണത്തിന്റെ ആരാധ്യരായ ജൂറി മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ശ്രീ ബാബു ഭരദ്വാജ്, നമസ്കാരം സർ. നമസ്കാരം. ശ്രീ RS പ്രദീപ്, നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് രണാങ്കണത്തിന്റെ പടനായകൻ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അറിവിന്റെ ധർമ്മയുദ്ധം. പൊട്ടിച്ചിരിച്ച് കളിച്ച ബാല്യം, പൊട്ടിത്തെറിച്ചു വളർന്ന കൗമാരം, പൊട്ടിനെ പ്രണയിച്ചു പോയ യൗവനം, പൊട്ടിത്തകർന്നു കരഞ്ഞ വാർദ്ധക്യം, എല്ലാം പൊട്ടായിരുന്നു എന്ന തിരിച്ചറിവാണ് ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ച. സ്വാഗതം ലുലു ഗോൾഡ് ലുലു സാരീസ് രണാങ്കണത്തിലേക്ക്. മെഹറൂഫും സാജിറും വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഈ ദിവസത്തെ മത്സരാർത്ഥികൾ വാക്ക് ഇൻ പ്ലീസ്. പർവേസ് മെഹറൂഫിനെ ഒന്നും അല്ലല്ലോ മെഹറൂഫ് വിചാരിച്ചതല്ലേ? അല്ല, ശരി. എന്താ മെഹറൂഫിന്റെയും സാജിറിനും വേറെ കലാപരിപാടികളും ഉണ്ടോ? പാട്ട്, കവിത, മിമിക്രി? പാട്ട് പാടും. അവ സാജിറിന്റെ ഒരു പാട്ട് കേട്ട് നമുക്ക് തുടങ്ങാം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി, വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ, കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ, അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും മേദൻ സ്വപ്നവുമായി, വെള്ളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ, കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ, അരികേവാ മധുചന്ദ്രബിംബമേ. മനോഹരമായി പാടി. ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല സാർ. ഒരു ഗിഫ്റ്റ് തരേണ്ടതാണ്. പിന്നെ തരാത്തതിൻ്റെ കാരണം ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നും, ചിലർക്ക് ഗിഫ്റ്റ് വാങ്ങണ്ട എന്ന് തോന്നും. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് തന്ന് വാങ്ങാതിരുന്നാൽ വിഷമമാവില്ല എനിക്ക്, അതുകൊണ്ടാണ് ഗിഫ്റ്റ് തരാത്തത്. പക്ഷേ ഗിഫ്റ്റ് നിങ്ങൾ സ്വന്തമാക്കണം മത്സരത്തിൽ വിജയിച്ചിട്ട്. ഞാനല്ലേ ശ്രീലക്ഷ്മി? അതെ സർ. ഗുഡ് ഈവനിങ് ജൂറി മെമ്പേഴ്സ്. നമസ്കാരം. ആദ്യ മേഖലയിലേക്ക് കടക്കുന്നു. ശംഖോലി. ശംഖോലിയിലെ ആദ്യ ചോദ്യം ഏത് വിഷയത്തെക്കുറിച്ച് വേണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 7ാമത്തെ പ്രസിഡന്റ് താഴെ പറയുന്നവരിൽ ആരായിരുന്നു? WC ബാനർജി, CR ദാസ്, ഫിറോസ് ഷാ മേത്ത. WC ബാനർജി. WC ബാനർജി ശരിയായ ഉത്തരം. 1ാമത്തെയും 7ാമത്തെയും പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ തൂലികാനാമം, അപരനാമം. കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ അല്ലേ? വാസുദേവൻ നായരുടെ തൂലികാനാമം എന്തായിരുന്നു? A. സിനിക്, B. ആശാ മേനോൻ, C. അയ്യനേത്. സിനിക് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം ഏത് വിഷയത്തെക്കുറിച്ച് വേണം? നദികൾ. നദികൾ. പാരീസ് നഗരത്തിനരികിലൂടെ ഒഴുകുന്ന നദി ഏത്? ഡാന്യൂബ്, സീൻ, റൈൻ. ഡാന്യൂബ് നദി, സീൻ നദി, റൈൻ നദി. സീൻ നദി ശരിയായ ഉത്തരം, വളരെ ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം എന്റെ ചോദ്യമാണ് അല്ലേ? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട അക്ഷരം ഏത്? A, E, I. E. അതും ശരിയായ ഉത്തരം. 4 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് മെഹറൂഫും സാജിറും പ്രവേശിക്കുന്നു അടുത്ത മേഖലയിലേക്ക്. വണ്ടർഫുൾ പെർഫോമൻസ്. ലുലു ഗോൾഡ് രണാങ്കണം ബ്രോട്ട് യു ബൈ ലുലു ഗോൾഡ്. ചക്രവ്യൂഹം.
റെഡി ഫോർ ദ ഗെയിം? Yeah. അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ആരുടെ മനസ്സിലാരാണ്? ഇവരുടെ മനസ്സിലാരാണ്? ആ വ്യക്തിക്ക് എന്ത് പേരാണ്? ഇന്ത്യൻ? No. ഏഷ്യൻ? No. നല്ല ശബ്ദം, Thank you. അത് വേണം. യൂറോപ്യൻ? Yes. ജീവിച്ചിരിപ്പുണ്ടോ? Yes. പുരുഷൻ? Yes. 50 വയസ്സ് കഴിയും. No. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? No. സംഭവം വഴി അല്ലെങ്കിൽ ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി? Yes. സംഭവം വഴി? Yes. നല്ല സംഭവം? No. അയാളുടെ പ്രശസ്തിയും മോശമാണ്? Yeah. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? No. കൊലപാതകം? Yes. ഒന്നിൽ കൂടുതൽ ആളുകളെ? No. ഒരു പ്രശസ്ത വ്യക്തിയെ? Yes. ആ പ്രശസ്ത വ്യക്തിയുടെ മേഖല രാഷ്ട്രീയമായിരുന്നു? No. അത് സാഹിത്യം, കല, ഇതിലൊന്നായിരുന്നു? Yes. കല? Yes. ഡാൻസ്? No. ചിത്രകാരൻ, ശില്പി? No. മാജിക്, സർക്കസ്, മീഡിയ റിലേറ്റഡ് ആർട്ട്? Yes. ചോദ്യങ്ങൾ 21 കഴിഞ്ഞു. പറയൂ. മുഹമ്മദ് ബൊയേരി. മുഹമ്മദ് ബൊയേരി. ബൊയേറി ഏത് രാജ്യക്കാരനാണ്? നെതർലാൻഡ്. ഹോളണ്ടുകാരനാണ്. Right. ഓക്കെ. ഇസ്ലാമിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഡെൻമാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഡച്ച് എന്ന സംശയം വന്നാണല്ലേ? Right. അതവിടെയാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ തുറന്നു കാണിക്കുന്ന സബ്മിഷൻ എന്ന ചിത്രമെടുത്തതിന് ലോകപ്രശസ്ത ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗിന്റെ അടുത്ത ബന്ധു കൂടിയായ യുവൻ വാൻ ഗോഗിനെ വെടിവെച്ചു കൊന്നു. ചിത്രകാരൻ, ശില്പി എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അത് ഇയാള് സിനിമാ സംവിധായകനാണ്, ഫിലിം മേക്കർ. വിൻസെന്റ് വാൻ ഗോഗിന്റെ ബന്ധു തിയോൺ വാൻ ഗോഗ് വെടിവെച്ചു കൊന്നു. ഏത് വർഷത്തിലാ? 2004. മുഹമ്മദ് ബൊയേറി. ഇപ്പോ അദ്ദേഹം ജയിലിലാണ്. ആ സിനിമയുടെ പേരെന്തായിരുന്നു? സബ്മിഷൻ. നല്ല സെലക്ഷൻ കേട്ടോ. ആ സബ്മിഷൻ ആ ചിത്രം എടുക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകര സംഘടനകൾ പിന്നെ വാൻ ഗോഗിനെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അതിന്റെ പ്രദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തെ വെടിവെച്ച് വിടുന്നത്. റെഡി ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്? അപ്രോച്ച് സർ? അപ്രോച്ച്. ഇന്ത്യൻ? നോ. പുരുഷൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. ഏഷ്യൻ? യെസ്. സാർക്ക് കൺട്രീസ്? സാർക്ക് കൺട്രീസ് മീൻസ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. യെസ്. രാഷ്ട്രീയം, കലാസാഹിത്യം? നോ. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? യെസ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്? യെസ്. സാമൂഹ്യ പ്രവർത്തനം? യെസ്. അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നോ. പത്രപ്രവർത്തനമോ മാധ്യമപ്രവർത്തനവുമായി എന്തെങ്കിലും ബന്ധം? നോ. ഔദ്യോഗിക മേഖലയുമായി എന്തെങ്കിലും ബന്ധം? യെസ്. ഔദ്യോഗിക മേഖലയായിട്ട് എന്താ ബന്ധം? ഔദ്യോഗിക മേഖലയായിട്ട് ബന്ധമില്ല. ഇല്ല. ഒഫീഷ്യൽ എന്ന് പറയുന്നത് പോലെ, റിസർവ് ബാങ്ക് ഗവർണർ എന്നൊക്കെ പറയുന്നത് പോലെ പ്രൊഫഷണലാണോ? യൂണിഫോം ഉള്ള പ്രൊഫഷണലാണോ അവർ? യെസ്. മെഡിക്കൽ രംഗവുമായി ബന്ധം? നോ. ലീഗൽ രംഗവുമായി ബന്ധം? റൈറ്റ് സർ. യെസ്. ഇയിലോ വൈയിലോ പേരിന്റെ ഏതെങ്കിലും ഭാഗം ആരംഭിക്കുന്നുണ്ട്? നോ. എയിൽ ആരംഭിക്കുന്നുണ്ട്? യെസ്. എമ്മിൽ ആരംഭിക്കുന്നുണ്ട്? നോ. ഫെമിനിസ്റ്റ് ആക്ടിവിറ്റികളുമായി ബന്ധം? യെസ്. മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ്? യെസ്. അവസാന ചോദ്യം, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നോ. ഇല്ല. ഇല്ല. അഫ്സീന അല്ല. അപ്പോ
പറയൂ, ആരെ വിചാരിച്ച? അസ്മ ജഹാംഗീർ ജിലാനി. അസ്മ ജഹാംഗീർ ജിലാനി. അപ്പോൾ രണ്ടെണ്ണവും ജയിച്ചു. വെൽ ഡൺ. നല്ല ഉച്ചത്തിൽ സംസാരിക്കുന്ന കുട്ടികളാണ് ഊർജം പകരുന്നത് മത്സരം. ലുലു ഗോൾഡ്. അവസാന റൗണ്ടിലേക്ക് കിടക്കാം. തീർച്ചയായും. പത്മവ്യൂഹം. താഴെ പറയുന്നതിൽ ഏത് വിപ്ലവത്തിലാണ് മാർഷൽ ടിറ്റോ പങ്കെടുത്തത്? താഴെ പറയുന്നതിൽ ഏത് വിപ്ലവത്തിലാണ് മാർഷൽ ടിറ്റോ പങ്കെടുത്തത്? റഷ്യൻ വിപ്ലവം, എസ്റ്റോണിയൻ വിപ്ലവം, ബോസ്നിയൻ വിപ്ലവം. പഴയ യുഗോസ്ലാവിയയുടെ ലീഡറായിരുന്നു, പ്രസിഡന്റായിരുന്നു മാർഷൽ ടിറ്റോ. ടിറ്റോയും നാസറും നെഹ്റുവുമായിരുന്നു ആ കാലഘട്ടത്തിന്റെ നേതാക്കൾ. അദ്ദേഹം ഏത് വിപ്ലവത്തിലാണ് പങ്കെടുത്തത്? റഷ്യൻ വിപ്ലവം, എസ്റ്റോണിയൻ വിപ്ലവം, ബോസ്നിയൻ കലാപം, ക്രൊയേഷ്യൻ കലാപം. റഷ്യൻ വിപ്ലവം. സാർ, ഈ വിപ്ലവത്തിന്റെ ഈ ഒരു ബോസ്നിയൻ വിപ്ലവത്തിനൊക്കെ വർഷം സാർ പറയാൻ പറ്റും? എന്നാ പിന്നെ ഞാൻ ഉത്തരം കൂടെ പറയാം. റഷ്യൻ വിപ്ലവം, ബോസ്നിയൻ വിപ്ലവം, ബോസ്നിയൻ വിപ്ലവം. ക്രൊയേഷ്യൻ കലാപം അല്ല. അതേക്കുറിച്ച് വലിയ ധാരണയില്ല, അതുകൊണ്ട് പിന്നെ അതിന്റെ കുറെ ബോസ്നിയൻ വിപ്ലവമാണ്. എനിക്കിതിൽ സംശയമുണ്ട്. ഒരുപക്ഷെ ജൂറിക്ക് പോലും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഇന്നുണ്ടായ, സത്യം പറയാമല്ലോ, എനിക്കിത് അറിയില്ലായിരുന്നു. ഇന്നാണ് അറിഞ്ഞത്. ഞാൻ ഇന്ന് വായിച്ചപ്പോഴാണ് ഇതറിയുന്നത്. മഹാനായ ലെനിനോടൊപ്പം റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ആളായിരുന്നു മാർഷൽ ടിറ്റോ എന്നുള്ളത്, യുഗോസ്ലാവിയൻ നേതാവായ മാർഷൽ ടിറ്റോ എന്നുള്ളത് ഇന്നത്തെ അറിവാണ്. ഞാനൊരിക്കലും മാർഷൽ ടിറ്റോ റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ആളാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. തെറ്റായിപ്പോയി. ശ്രീലക്ഷ്മി പ്ലീസ്. പക്ഷെ മിടുക്കരാണ് നിങ്ങൾ കേട്ടോ. അടുത്ത ചോദ്യം, ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുമായിരുന്ന ചോദ്യം കൂടി ഒന്ന് ചോദിക്കാം. സിമ്പിളായ ഒരു ചോദ്യമാണ് ഇത് കഴിഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതിന് നിങ്ങൾ ഉത്തരം പറയുമോ എന്നറിയാൻ വേണ്ടിയാണ്. ചോദിക്കട്ടെ? തീർച്ചയായും. ചോദ്യം: നിഴലുള്ള നിലാവുകൾ എഴുതിയത് ആര് എന്നാണ്. ഒരു സാഹിത്യകാരന്റെ പേരുണ്ട് അതിൽ. എ. വിലാസിനി. രണ്ടാമത്തേത് ഒരു സിനിമാ നടന്റെ പേരാണ്, ശങ്കരാടി. മൂന്നാമത്തേത് ഒരു സ്പോർട്സ് താരത്തിന്റെ പേരാണ്, സുരേഷ് ബാബു. നാലാമത്തേത് ഒരു കലാകാരന്റെ പേരാണ്, കലാമണ്ഡലം ഹൈദരാലി. എഴുത്തുകാരന്റെ പേര് ഒന്നേ ഉള്ളൂ, വിലാസിനി എന്ന്. പിന്നെയുള്ളത് ശങ്കരാടിയും സുരേഷ് ബാബുവും കലാമണ്ഡലം ഹൈദരാലിയുമാണ്. നിറമുള്ള നിഴലുകൾ ആരെഴുതിയതായി? പറഞ്ഞത്. എ. സാഹിത്യകാരനായ വിലാസിനി, എഴുത്തുകാരനായ വിലാസിനി. 2. സിനിമാ നടനായ ശങ്കരാടി, എഴുത്തുകാരനെ കുറിച്ചാണ് ചോദ്യം. 3. സ്പോർട്സ് താരമായ സുരേഷ് ബാബു. 4. കലാകാരനായ കലാമണ്ഡല ഹൈദരാലി, കഥകളി സംഗീതജ്ഞനായ ഹൈദരാലി. സുരേഷ് ബാബു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇപ്പോഴേ വാങ്ങിക്കുന്നതാണ് നല്ലത്. എഴുത്തുകാരനായ വിലാസിനി തന്നെയാണ് നിറമുള്ള നിഴലുകൾ എഴുതിയത്. വിലാസിനിയുടെ നിറമുള്ള നിഴലുകൾ വളരെ പ്രശസ്തമാണ്. സ്വന്തം അനുഭവം, മലായയിലെ അനുഭവമുണ്ട് അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ നോവലിന് പേരിൽ. അനുഭവമാണ് ഒരു മനുഷ്യനെ ഏറ്റവും ശക്തമായ വിജയത്തിലേക്കോ അല്ലെങ്കിൽ രചനാ രീതികളിലേക്കോ നയിക്കുന്നത്. പക്ഷെ അനുഭവങ്ങളുടെ ആധിക്യം കൂടുമ്പോൾ അത് ആത്മകഥമാകുന്നു എന്ന എം കെ ഹരികുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കാനും വയ്യ. നൈറ്റ് ഫ്രം GS. Costume courtesy Captain Future Men's Collection, Gold Park, നെടുമങ്ങാട്, അറഫ ഗോൾഡ്, ചാല, കാട്ടാക്കട, പറച്ചമൂട്. മണമില്ല, പുകയില്ല, രാസവസ്തുക്കൾ തീരെയില്ല. സിസോമാളിന്റെ മോസ്കിറ്റോ ട്രാപ്പ്.